സൺഫീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനില്ലാതെ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ പാസ്ത റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ സൺഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഞൊടിയിടയിൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പാസ്ത എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാസ്തയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാസ്തയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം 250 ഗ്രാമോളം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ പാസ്ത എത്രയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം പാസ്ത എടുക്കാൻ. അതുപോലെ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മക്രോണി വെച്ച് റെഡിയാക്കിയെടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്ത വെച്ചും നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മുടെ പാസ്ത ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറിന് പകരമായിട്ട് ഒലീവ് ഓയിലായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഈ ഒരു മസാലയിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചിക്കൻ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഏകദേശം 350 ഗ്രാമോളം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ കറക്റ്റ് പാകത്തിനുള്ള വേവായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇതിൽ നിന്നൊരു പാസ്ത എടുത്തതിന് ശേഷം വേറൊരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ 2ആയി കട്ടായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പാസ്തയുടെ മുകളിലായി ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം തന്നെ വേണമെന്നില്ല കേട്ടോ, പച്ചവെള്ളമായാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ടൊമാറ്റോ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റും റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ടൊമാറ്റോയുടെ കളറിനനുസരിച്ച് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കളറിലും ഡിഫറൻസ് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ടൊമാറ്റോ സോസും പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ ടൈമിലാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കയ്യിലുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഓർഗാനം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല കൂടുതലായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒരു 3 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. നമ്മുടെ മസാലയിലേക്ക് ഒരല്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ മസാല തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു സോസ് പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പ് അളവിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. 1/4 കപ്പ് മൈദ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെസിപ്പിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ വൈറ്റ് സോസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബട്ടർ മെൽട്ടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3/4 ലിറ്റർ മിൽക്ക് ഒഴിച്ച് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ഓർഗാനം കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പാസ്ത ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് സോസും പാസ്തയും മസാലയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പാസ്ത ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി സെർവിങ് ബൗളിലേക്ക് ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതിന് മുകളിലായി ചീസ് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിന് മുകളിലായി മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ ഇതിന് മുകളിലായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ചിക്കൻ പാസ്ത 2 ബൗളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എയറൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടിഷ്യൂയോ മറ്റോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലൊരു പ്ലേറ്റോ സ്റ്റാൻഡോ വെച്ച് കൊടുത്ത് നമുക്ക് അതിന് മുകളിലായി നമ്മുടെ ചിക്കൻ പാസ്ത വെച്ച് കൊടുത്ത് അതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് കാണിക്കാൻ ഇതിലേ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓവനില്ലാതെ നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് ചിക്കൻ പാസ്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.